ഹലോ ഫൈറ്റേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അനുമോൾ ജാലി തോട്ടത്തുമ്യാലിൽ. അപ്പോ നമുക്കിന്നൊരു ഗ്രാമർ ഗെയിം കളിച്ചാലോ? ഗ്രാമർ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ 5 ക്വസ്റ്റ്യൻസ് തരും, 5 ട്രിക്കി സെന്റൻസസ്. ആ സെന്റൻസുകളിൽ കോമൺ ആയിട്ടുള്ള കുറച്ച് ഗ്രാമർ മിസ്റ്റേക്സ് ഉണ്ടാവും. ആ ഗ്രാമർ മിസ്റ്റേക്സ് നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഗെയിമിന്റെ അവസാനം നിങ്ങൾക്ക് എത്ര സ്കോർ കിട്ടിയെന്ന് നോക്കാം. അതിന് എന്ത് ചെയ്യണം എന്നറിയോ? ഒരു പേപ്പർ എടുക്കുക, സ്കോർ എഴുതി വെച്ചോളാം. ക്വസ്റ്റ്യൻ എത്ര ശരിയായി, എത്ര തെറ്റിപ്പോയി എന്നുള്ളത് ലാസ്റ്റ് പറയണം കേട്ടോ. ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഗെയിമിന്റെ റൂൾസ് പറയാം. ഓരോ ക്വസ്റ്റ്യനും 10 സെക്കൻഡ് വീതം നിങ്ങൾക്ക് കിട്ടും. ആ 10 സെക്കൻഡ് നിങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ച് ആൻസർ എന്താന്ന് എഴുതി വെക്കണം. എന്നിട്ട് ഞാൻ ആൻസർ പറയും. അപ്പൊ നിങ്ങളുടെ ആൻസറും എന്റെ ആൻസറും സെയിം ആണോ എന്ന് നോക്കണം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, he said he was going to the store but he never gone. ഈ സെന്റൻസിലെ ടെൻസ് തെറ്റാണ്. അപ്പോൾ എങ്ങനെയാ അത് മനസ്സിലാക്കുക? അത് ഞാൻ ആദ്യം പറയാം. ഇതിൽ 2 ഭാഗമുണ്ട്, ശരിയല്ലേ? ഹി വാസ് നെവർ ഗോയിങ് എന്നൊരു ഭാഗത്ത് പറയുന്നു, ഹി ഗോൺ എന്നൊരു സെന്റൻസിൽ പറയുന്നു. അപ്പോ ഈ സെന്റൻസിന്റെ ആദ്യത്തെ ഭാഗത്തില് വാസ് ഗോയിങ് കണ്ടപ്പോ നമുക്ക് മനസ്സിലായി വാസ് പാസ്റ്റ് ടെൻസ് ആണ്. രണ്ടാമത്തെ ഭാഗത്തും എന്ത് വരണം? പാസ്റ്റ് ടെൻസ് വരണം. വാസ് ഗോയിങ് ആണ്, അപ്പൊ ഇപ്പറയും പാസ്റ്റ് ടെൻസ് വരണം. ഗോൺ എന്ന് പറയുന്നത് ഒരു V3 ആണ്, വെർബിന്റെ 3rd ഫോം ആണ്. അതൊരിക്കലും തന്നെ നിൽക്കത്തില്ല. മാത്രമല്ല, നമ്മള് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് കണ്ടിന്യൂസിന്റെ കൂടെ സിമ്പിൾ പാസ്റ്റ് വരണം എന്നുള്ളത്. പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് വാസ് ഗോയിങ്, അതിന്റെ കൂടെ സിമ്പിൾ പാസ്റ്റ് വരണ്ടേ. അതായത് 2 ഡിഫറെന്റ് ടൈമില് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോ ഒരു സ്ഥലത്ത് വാസ് ഗോയിങ് ഉള്ളത് കൊണ്ട് അത് പാസ്റ്റ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് മറ്റേ സ്ഥലത്ത് സിമ്പിൾ പാസ്റ്റ് വരണം. അപ്പൊ സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്താ? ഗോണിന്റെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് വെന്റ് ആണ്. ഗോ, വെന്റ്, ഗോൺ. അതാണ് V1, V2, V3. അപ്പോൾ ഗോൺ എന്നുള്ളത് മാത്രം മാറ്റിയിട്ട് നമുക്ക് വെന്റ് ആക്കിയാൽ മതി. സോ ആൻസർ ഇതാണ്. ഹി സെഡ് ഹി വാസ് ഗോയിങ് ടു ദ സ്റ്റോർ ബട്ട് ഹി നെവർ വെന്റ്. അവൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ അവൻ ഒരിക്കലും പോയിട്ടില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ദ റിപ്പോർട്ട് വാസ് റിട്ടൺ ബൈ സാറ ആൻഡ് മൈസെൽഫ്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ ദ റിപ്പോർട്ട് വാസ് റിട്ടൺ ബൈ സാറ ആൻഡ് മീ ആണ്. എന്തുകൊണ്ടാണ് മൈസെൽഫ് വരാൻ പാടില്ലാത്തത്? എന്തുകൊണ്ട് ഇവിടെ മീ വന്നത്? മൈസെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെന്റൻസിലെ സബ്ജക്റ്റും ഒബ്ജക്റ്റും ഞാൻ തന്നെ ആകുമ്പോൾ നമ്മൾ മൈസെൽഫ് ഉപയോഗിക്കും. ഇവിടെ അങ്ങനെയാണോ? ഇവിടെ അങ്ങനെയല്ല. ഇവിടെ സാറ ഒരാള്, ഞാൻ വേറൊരാള്, രണ്ടും ഒരാളല്ല. അപ്പൊ അതുകൊണ്ട് സാറ ആൻഡ് മീ ആണ് വരാ. എന്തുകൊണ്ടാ സാറ ആൻഡ് ഐ വരാഞ്ഞത്? കാരണം ഇത് സെന്റൻസിലെ ഒബ്ജക്റ്റ് ആണ്. ഞാന് വേറെ കുറെ ഗ്രാമർ ഗെയിം ചലഞ്ച് എടുത്തപ്പോൾ അതിനകത്ത് പറഞ്ഞായിരുന്നു, ഐ എന്ന് പറയണത് തുടക്കത്തിൽ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ ഐ ഉപയോഗിക്കുന്നത്. ഒബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ മീ ആണ് ഉപയോഗിക്കുക. ഞാൻ, എന്നെ എന്ന് പറയുന്നത് പോലെ. അടുത്ത സെന്റൻസ്, ദ ടീച്ചർ ഗേവ് ഹോംവർക്ക് ടു വി. ഇത് ഗ്രാമർ ഒന്നും അറിയില്ലെങ്കിലും സിമ്പിൾ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ടു വി എന്നല്ല, ടു അസ് എന്നാണ് പറയാ. ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ സെന്റൻസിലെ പോലെ തന്നെ വി സബ്ജക്റ്റീവ് പ്രൊനൗൺ ആണ്. തുടക്കത്തിൽ വരുവാണെങ്കിൽ വി ആർ ഗോയിങ് എന്ന് പറയാം. അപ്പൊ വി തുടക്കത്തിലാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അസ് ഒബ്ജക്റ്റീവ് പ്രൊനൗൺ ആണ്. ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നത്. ടീച്ചർ ഞങ്ങൾക്ക് ഹോംവർക്ക് തന്നു. സോ അസ് എന്നാണ് വരിക, കാരണം നമ്മുടെ മേലാണ് വരുന്നത്. അതുകൊണ്ട് ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത് കൊണ്ട് ഇവിടെ അസ് ആണ് വരുന്നത്. സ്കോർ എത്രയായി? തെറ്റിപ്പോയോ? വിഷമിക്കണ്ട കേട്ടോ. ഇങ്ങനത്തെ തെറ്റുകളൊക്കെ എല്ലാവർക്കും വരാവുന്നതാണ്. ഇത് സിമ്പിളും ബട്ട് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് ഇത് തെറ്റിയതൊരു വിഷയമല്ല. തെറ്റുകളിൽ നിന്നാണ് നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തെറ്റൊന്നും കൂടാതെ കറക്റ്റായിട്ട് എല്ലാം ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്താൽ മതി. അതിൽ ഒത്തിരി ട്രിക്സ് ഒക്കെ വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
ട്രിക്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് പഠിക്കാം കേട്ടോ. കോഴ്സിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും അതേപോലെ കമന്റ് സെക്ഷനകത്തും കിടപ്പുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. He can be able to complete the task in time. വായിച്ചു നോക്കുമ്പോൾ വലിയ തെറ്റൊന്നും തോന്നുന്നില്ലല്ലേ? അങ്ങനെ തോന്നും. എന്നാ ഇത് തെറ്റുണ്ട്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹി ക്യാൻ ബി ഏബിൾ ടു ആണ്. ക്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും, കഴിവ്, അതിനെയാണ് നമ്മൾ ക്യാൻ പറയണേ. ബി ഏബിൾ ടു എന്ന് പറഞ്ഞാൽ എന്താ? അതും കഴിയുമെന്നാണ്. 2 പ്രാവശ്യം കഴിയുമെന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരെ. അപ്പൊ ക്യാനിനും ബി ഏബിൾ ടുവിനും ഒരേ മീനിങ്ങാ. അതുകൊണ്ട് അത് 2 പ്രാവശ്യം പറയേണ്ട കാര്യമില്ല, ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി. അപ്പോ ഹി ക്യാൻ എന്ന് മാത്രം വന്നാൽ മതി, ബി ഏബിൾ ടു അവിടുന്ന് കളയാം. അപ്പൊ ആൻസർ എന്താ? ഹി ക്യാൻ കംപ്ലീറ്റ് ദ ടാസ്ക് ഓൺ ടൈം. തെറ്റി മിസ്സിന് തെറ്റി. ഇൻ ടൈം എന്നല്ലേ അവിടെ കൊടുത്തത്. എന്താ ആൻസറിൽ ഓൺ ടൈം എന്ന് പറഞ്ഞേ? ശരി, എനിക്ക് തെറ്റി, ഞാൻ മനഃപൂർവ്വം തെറ്റിച്ചതാ. ഞാൻ ചോദിക്കട്ടെ, ഓൺ ടൈമും ഇൻ ടൈമും തമ്മിൽ എന്താ വ്യത്യാസം? കുടുങ്ങിയില്ലേ? ചോദിക്കാൻ പോവണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്നുണ്ടോ? ഓൺ ടൈം എന്ന് പറഞ്ഞാൽ പറഞ്ഞ സമയത്ത് വരുന്നതിനെയാണ് നമ്മൾ ഓൺ ടൈം എന്ന് പറയാം. ഇപ്പോ ഞാൻ നിങ്ങളോട് പറയണം 9 മണിക്ക് ക്ലാസ് ഉണ്ടാവും, കൃത്യം 9 മണിക്ക് ഇവിടെ എത്തിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൃത്യം 9 മണിക്ക് എത്തിന്നിരിക്കട്ടെ, അപ്പോ അത് ഓൺ ടൈം. ഇനി മിസ് പറഞ്ഞല്ലേ കുറച്ച് നേരത്തെ വന്നേക്കാം, 9 മണി ആണെങ്കിൽ ഞാനൊരു 8:30 പോയേക്കാം, അപ്പൊ നിങ്ങൾ 8:30 എത്തിയെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് 9 മണിക്ക് വരാൻ പറഞ്ഞു, പക്ഷെ നിങ്ങൾ 8:30 എത്തി, 9 മണിക്ക് മുമ്പേ വന്നു, അതിനെയാണ് നമ്മൾ ഇൻ ടൈം എന്ന് പറയുന്നത്. ഓൺ ടൈം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആ സമയത്ത് വരാം, നേരത്തെ എത്തുന്നതാണ് നമ്മൾ ഇൻ ടൈം എന്ന് പറയുന്നത്. ഞാനിപ്പോ പറഞ്ഞ് ഇൻ ടൈമും ഓൺ ടൈമും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പാടില്ലായിരുന്നു. ഇപ്പൊ അതൊരു പുതിയ ഇൻഫർമേഷൻ ആണെങ്കിൽ ദാ ഇപ്പൊ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ കുറെ ഇൻഫർമേഷൻസ് ഞാൻ ഇനി വരുന്ന ഗ്രാമർ ഗെയിം ചലഞ്ചുകളിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. നെയ്തർ ഓഫ് ദ ആൻസേഴ്സ് ആർ കറക്റ്റ്. ഇവിടെയും സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് ആണ് തെറ്റിപ്പോയിട്ടുള്ളത്. സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് ഇച്ചിരി സീനാട്ടോ. അതാണ് ശരിക്കും പറഞ്ഞ ഗ്രാമറിന്റെ മെയിൻ പാർട്ട്. അവിടെയാണ് മിക്കവാറും എല്ലാ തെറ്റുകളും ഉണ്ടാവുക. നെയ്തർ ഓഫ് ദ ആൻസേഴ്സ് ആർ കറക്റ്റ് അല്ല, നെയ്തർ ഓഫ് ദ ആൻസേഴ്സ് ഈസ് കറക്റ്റ് ആണ് വരേണ്ടത്. നെയ്തർ എന്ന് പറയുമ്പോൾ ആൻസേഴ്സിൽ ഒന്നുപോലും ശരിയല്ല എന്നാണ് പറയുന്നത്. ഒന്നുപോലും ശരിയല്ല, അപ്പൊ ഒന്നും ശരിയല്ല, അപ്പൊ നമ്മൾ ഈസ് ആണ് ഉപയോഗിക്കുക. നെയ്തർ ഓഫ് ദി ആൻസേഴ്സ് ഈസ് കറക്റ്റ് എന്നാണ് വരേണ്ടത്. അങ്ങനെ നമ്മുടെ ഗ്രാമർ ഗെയിം ചലഞ്ച് ഇവിടെ അവസാനിക്കുകയാണ്. പറഞ്ഞു എത്ര മാർക്ക് കിട്ടി? കമന്റ് ചെയ്യണേ, ഞാനും കൂടെ ഒന്ന് അറിയട്ടെ. നിങ്ങൾക്ക് മാർക്ക് കുറവാണെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം നമുക്കത് സെറ്റാക്കാം. ഇങ്ങനെ തെറ്റുന്നതിലോ മാർക്ക് സ്കോർ ചെയ്യുന്നതിലോ ഒന്നും അല്ല കാര്യം. എവിടെയാ എങ്ങനെയാ നിങ്ങൾ ഈ വീഡിയോ യൂസ്ഫുൾ ആക്കുക? ഓരോ ക്വസ്റ്റ്യനകത്തും ഓരോ സെന്റൻസിലും ഞാൻ തെറ്റ് പറഞ്ഞു തന്നു. ആ തെറ്റ് ഇനി ഒരിക്കൽ കൂടെ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റണം, അത് മതി. അല്ലാതെ ഇവിടെ കോമ്പറ്റീഷൻ ഒന്നും നടക്കുന്നില്ല. സോ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞെന്ന് വിഷമിക്കണ്ട. കറക്റ്റ് ആൻസർ എന്താന്ന് എഴുതി വെച്ചോ. ഇനി അത് വരാതെ നോക്കുക. അതേപോലെ ഞാൻ കുറച്ച് ടിപ്സ് ഒക്കെ പറഞ്ഞു തന്നില്ലേ, അതൊക്കെ എഴുതി വെച്ചോ. അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതിനു മുമ്പ് ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ കുറെ എണ്ണം ഉണ്ട് യൂട്യൂബിൽ. അതിൽ എൻ്റെ വീഡിയോസ് കാണാതെ പോവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാലല്ലേ ഞാൻ ഇടുമ്പോൾ നിങ്ങൾ അറിയുള്ളൂ. അല്ലെങ്കിൽ അതിങ്ങനെ പറന്ന് നടക്കും. അപ്പൊ ശരി എന്നാ. പിന്നെ ഫുൾ കോഴ്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒട്ടും അമാന്തിക്കണ്ട, ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തോ. വലിയ എക്സ്പെൻസീവ് ഒന്നും അല്ല. നിങ്ങൾക്ക് എന്നെ കണ്ട അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? ഭയങ്കര നല്ല കോഴ്സ് ആയിരിക്കും. ജോയിൻ ചെയ്യാൻ മറക്കണ്ട. ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും കമന്റ് സെക്ഷനകത്തും ലിങ്ക് കിടപ്പുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിച്ചോ, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ശരി എന്നാ. Thank you so much for watching and have a great day. May God bless you all. Bye bye.